ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള വ്യക്തിക്ക് ധ്യാനത്തിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ ജീവിതത്തിൽ, അതായത് ഈ ലൗകിക ജീവിതത്തിൽ കിട്ടാൻ പോകുന്നത് എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരും, ഈ ധ്യാനമോ, ഇതൊക്കെ സന്യാസിമാരും ജ്ഞാനികളൊക്കെ ചെയ്യുന്നതല്ലേ എന്ന്. എന്നാൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ധ്യാനം. ധ്യാനത്തിലൂടെ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ ലൈഫ് തന്നെ വേറെ ലെവലിൽ മാറാൻ തുടങ്ങും. നമ്പർ 1, നമ്മുടെ മൈൻഡ് ഷാർപ്പ് ആവാൻ തുടങ്ങും. അതായത് നമ്മുടെ മുമ്പിൽ വന്ന് ആരെങ്കിലും ഇരുന്നുകൊണ്ട് എന്തെങ്കിലും കള്ളം പറയുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ഒക്കെ ചീറ്റിംഗ് എനർജി നമ്മളെ ബാക്കിൽ നിന്ന് കുത്തുകയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. നമ്പർ 2, നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അതൊരു സെന്റൻസ് ആയിട്ട് പോസിറ്റീവ് വേർഡ്സ് മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്ത്, അതായത് ഒരു അഫർമേഷൻസ് ആയിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് റിയാലിറ്റിയിൽ നടക്കാൻ തുടങ്ങും. എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഒരു ജോലിക്കാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, എനിക്ക് നല്ല ജോലി കിട്ടിയതിന് നന്ദി, ഇന്ന കമ്പനിയിൽ ഇന്ന ജോലി, പക്ഷെ അതിൽ നിങ്ങൾ സമയം, ഇന്ന സമയത്തിൽ, അങ്ങനെ സമയമൊന്നും പറയാൻ പാടില്ല, പക്ഷെ ഇന്ന കാര്യം എനിക്ക് കിട്ടിയതിന് നന്ദി എന്ന്, ഇതുപോലെ ഏത് കാര്യമാണോ വേണ്ടത് അത് കിട്ടിയതായി നിങ്ങൾ ഒരു അഫർമേഷൻസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിയാലിറ്റിയിൽ വരാൻ തുടങ്ങും. നമ്പർ 3, ഇനി എന്തെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ലോസ് പെട്ടെന്ന്, അതായത് ഒരു വ്യക്തി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം, നമ്മളെ വിട്ടു പോയേക്കാം, അതും അല്ലെങ്കിൽ ചിലപ്പോൾ ഫിനാൻഷ്യൽ ലോസ് എന്തെങ്കിലും സംഭവിക്കാം, നമ്മൾ ചിലപ്പോൾ പണം എന്തെങ്കിലും എടുത്തുകൊണ്ട് വരുമ്പോൾ അത് നഷ്ടപ്പെടുന്നതായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് നഷ്ടപ്പെടുന്നതായിരിക്കാം, അതുപോലെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ലോസ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കില്ല ചില കാര്യങ്ങൾ, അതിൽ നമ്മൾ തകർന്നു പോകാതെ നടന്നു ഇനി എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ ഒന്ന് സ്റ്റേബിളായിട്ട് വച്ചിരിക്കാനും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനഃശക്തി നമുക്ക് ഈ ധ്യാനം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് കിട്ടും. നമ്പർ 4, നെഗറ്റീവ് തോട്ട്സ്. പലർക്കും ഉള്ള അഭിപ്രായമാണ്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ നെഗറ്റീവ് തോട്ട്സ് മാറുന്നില്ല. ഇപ്പോൾ പ്രസൻറ്റിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് എന്നെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു, ശരിക്കും ശാന്തമായിട്ട് ഉറങ്ങാൻ കഴിയുന്ന, ഇങ്ങനെയൊക്കെ പറയുന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അടങ്ങാൻ തുടങ്ങി ശാന്തമാകാനും തുടങ്ങും. അതായത് നമ്മൾ ധ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചൊന്ന് ശാന്തമാകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അഫർമേഷൻസ് പറയാം: എൻ്റെ മനസ്സ് വളരെ ശാന്തമായിട്ടും സമാധാനമായിട്ടും സൈലൻ്റ് ആയിട്ടും ഇരിക്കുന്നതിന് നന്ദി. ഇങ്ങനെയൊക്കെയുള്ള അഫർമേഷൻസ് കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അല്ലാതെ തന്നെ നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സ് എല്ലാം അടങ്ങിപ്പോകാൻ തുടങ്ങും. നമ്പർ 6, ആൻസൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ധ്യാനം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം ഇങ്ങനെ കുറഞ്ഞു പോകുന്നതായിട്ടും അത് പിന്നീട് ഫൈനലി അത് ഇല്ലാതെ ആവുകയും ചെയ്യും. ഫസ്റ്റൊക്കെ നിങ്ങൾ അത്രയും ഒരു ഡിപ്രഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓങ്കാരം ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റിലേ പോയി നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ചിന്തകൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർ ഓങ്കാരം തുടർച്ചയായി ഓം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറേ ടൈം, ഒരു 1/4 മണിക്കൂറെങ്കിലും ഇരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പതിയെ നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. നമ്പർ 6, ഈ ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എനർജി, ഇങ്ങനെ നമ്മൾ എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി അലട്ടിക്കൊണ്ടിരിക്കുന്നവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഫേസ് ചെയ്യുന്നവരൊക്കെ ഈ ധ്യാനം ചെയ്യുന്നതിലൂടെ അതിൽ നിന്ന് പുറത്തു വരാൻ നമ്മളെ സഹായിക്കും. നമ്പർ 7, അഡിഷൻ. പലർക്കുള്ള പ്രശ്നമാണ്, ഞാൻ ആഗ്രഹിക്കുന്നു, ഈ അഡിഷൻ നിന്നെല്ലാം പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. ചിലർക്ക് അഡിഷൻ എന്ന് പറയുന്നത് പുകവലി ആയിരിക്കാം, ഡ്രിങ്ക്സ് ആയിരിക്കാം, ചിലർക്ക് മൊബൈൽ അഡിഷൻ ആയിരിക്കാം. ഇപ്പോൾ ഉള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മൊബൈൽ അഡിഷനാണ്. ചിലർക്ക് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട് ഇതിൽ നിന്നെല്ലാം പുറത്ത് പോയി എനിക്ക് നല്ല ജോലിയൊക്കെ ചെയ്യണം, പക്ഷെ ഞാൻ അറിയാതെ എന്നെ പോലും മറന്ന് ഞാനിങ്ങനെ മൊബൈൽ അഡിഷനിൽ ഇരിക്കുന്നു എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ധ്യാനം ചെയ്യുന്നതിലൂടെ ഇതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയും. അതായത് നേരത്തെയൊക്കെ നമ്മൾ ധ്യാനം ചെയ്യുന്നതിന് മുമ്പ് മനസ്സിന്റെ പുറകെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, മനസ്സ് എന്താണോ ടെംപ്റ്റ് ആക്കുന്നത് അതുവഴി പോയിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ തുടർച്ചയായി ധ്യാനം ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് മനസ്സിനെ കൊണ്ടുവരാൻ, മനസ്സിനെ വരുതിയിലാക്കാൻ നമുക്ക് സാധിക്കും ഈ ധ്യാനത്തിലൂടെ. നമ്പർ 8, ഓർമ്മശക്തി വർദ്ധിക്കുക. അതായത് കുറച്ച് വയസ്സാകുമ്പോൾ നമ്മുടെ ഓർമ്മശക്തി ഇങ്ങനെ കുറയാൻ തുടങ്ങും. നമ്മൾ കേട്ടിട്ടില്ലേ, ചെറിയ കുട്ടികളെല്ലാം പഠിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കും, പക്ഷെ നമ്മൾ കുറച്ച് വയസ്സാകുമ്പോൾ നമ്മൾ അത്രയും ഒരു ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല പഠിക്കുന്നതൊന്നും. സോ ആ ഓർമ്മശക്തി കുറഞ്ഞു വരുന്നവരൊക്കെ ഈ ധ്യാനം ചെയ്യുന്നതിലൂടെ അതിനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ചിലർക്കൊക്കെ വയസ്സായില്ലെങ്കിൽ പോലും ഓർമ്മശക്തി കുറയാൻ തുടങ്ങും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മുടെ മൈൻഡ് ചിന്തിച്ചു കൂട്ടി, കുറേ നെഗറ്റീവ്സ് എപ്പോഴും ഇങ്ങനെ മൈൻഡിന് ജോലി കൊടുത്ത് ചിന്തിച്ചു കൂട്ടിക്കൊണ്ടേ ഇരിക്കുമ്പോഴും നമ്മുടെ ഓർമ്മശക്തി ഇങ്ങനെ കുറയാൻ തുടങ്ങും. സോ ഈ നെഗറ്റീവ് തോട്ട്സിൽ നിന്നും ഈ ഓർമ്മശക്തി എല്ലാറ്റിനും നമ്മൾ തുടർച്ചയായി ധ്യാനം ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്പർ 9, നിങ്ങളുടെ ഉള്ളുണർവ്, അതായത് ഇൻറ്റ്യൂഷൻ വർദ്ധിക്കും. ഇത് നടക്കാൻ പോകുന്നു, അവരല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ കുറേ ഒരു വാണിംഗ് നമുക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളുണർവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും പറയും. എന്നാൽ നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനും അതിനെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കും. നമ്പർ 10, ജീവിതത്തിൽ എന്ത് നടന്നാലും അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. നേരത്തെ ഇത് നല്ലത്, ഇത് കെട്ടത്, ഇത് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെ ഇരുന്നുവെങ്കിൽ ഇപ്പോൾ എന്ത് നടന്നാലും അത് നല്ലതിനാണ് എന്ന് നമുക്ക് ഒരു മൈൻഡ് സെറ്റ് വരാൻ തുടങ്ങുകയും നമ്മൾ അതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യാനും തുടങ്ങും.
നമ്പർ 11, നമ്മൾ നേരത്തെ എപ്പോഴും പാസ്റ്റിലായിരിക്കും, എനിക്കിങ്ങനെ നടന്നല്ലോ, എന്താണ് അവരിങ്ങനെ എന്നെ ചെയ്തത്, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, ഇങ്ങനെ കുറേ ചിന്തിച്ച് കൂട്ടും. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇനി എന്താവുന്നു എപ്പോഴും ഒരു പേടിയോടെ, ഒരു സേഫ്റ്റി ഇല്ലാതെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്നെങ്കിൽ നമ്മൾ തുടർച്ചയായി ധ്യാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയൊക്കെ വിട്ടിട്ട് ഇപ്പോഴെന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇപ്പോഴുള്ള കാര്യങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും തുടങ്ങുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലേക്ക് സക്സസ് ഒക്കെ വരാനും തുടങ്ങും. 14, നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നമോ ചാലഞ്ചസോ ഒക്കെ വരുമ്പോൾ ഇത് അവർ കാരണമാണ്, ഇവർ കാരണമാണെന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്ത് അവരിൽ കുറ്റം തൂക്കി വയ്ക്കാൻ ശ്രമിക്കും. എന്നാൽ ഈ ധ്യാനം തുടർച്ചയായി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാറ്റിൻ്റെയും പൂർണ്ണ ഉത്തരവാദി ഞാനാണ്, ഇത് എൻ്റെ നെഗറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ എൻ്റെ കർമ്മഫലത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ സംഭവിക്കുന്നതാണ് എന്ന ഒരു ധാരണ നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാറ്റിനെയും അക്സെപ്റ്റ് ചെയ്യാനും ആ സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് പുറത്തു വരാനും അതുകൊണ്ട് തന്നെ പ്രശ്നം പെട്ടെന്ന് സോൾവ് ആയി പോവുകയും നമ്മുടെ ലൈഫിലേക്ക് സക്സസും അച്ചീവ്മെൻറ്റും ഒക്കെ വരികയും ചെയ്യും. 15, നമ്മുടെ കോൺഫിഡൻറ്റ് കൂടും. നമുക്ക് അത്രയും ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് എല്ലാം സാധിക്കും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലേക്ക് സക്സസ് വരികയും ചെയ്യും. 16, നമ്മൾ വളരെ ആക്റ്റീവ് ആവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും ചെയ്യാൻ തുടങ്ങും. നേരത്തെയൊക്കെ നമ്മൾ അങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു നമ്മുടെ മൈൻഡിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജോലി അവിടെ സ്ലോ ആവും. അത് തെറ്റുകുറ്റങ്ങൾ, അതായത് കുറവുകളോട് ആ ജോലി ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതെല്ലാം മാറി നമ്മൾ വളരെ ആക്റ്റീവ് ആവാൻ തുടങ്ങും. 18, നമ്മൾ തുടർച്ചയായി ധ്യാനം ചെയ്യ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിരികുകയും ഈ പ്രപഞ്ച ശക്തി, ആ ഒരു ഈശ്വര ചൈതന്യത്തെ നമ്മൾ ഉണരുകയും നമുക്ക് പിന്നെ ബാഹ്യമായ കാര്യങ്ങൾ അത് വേണം ഇത് വേണം എന്നതിലുപരി നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കെല്ലാം ഉണ്ട്. ആ ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിലാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ മനസ്സ് അത്രയും ശാന്തമായിട്ടും സമാധാനത്തിലെത്തുകയും ചെയ്യും. ജീവിതത്തെക്കുറിച്ചുള്ള പേടി, ഡൗട്ട് ഇതെല്ലാം മാറി നമ്മൾ അത്രയും ഒരു ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ തുടങ്ങും. നെക്സ്റ്റ്, നമ്മൾ ധ്യാനം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല ഗൈഡൻസ്, നമുക്ക് ഈ ഫ്യൂച്ചറിന് വേണ്ടിയുള്ളതായാലും നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളുടെയും ഗൈഡൻസ് നമുക്ക് ഡ്രീംസിലൂടെയും വിഷ്വൽസിലൂടെയും ധ്യാനത്തിലൂടെയൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങും. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആഗ്രഹിച്ച നമ്മുടെ ലൈഫിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇനി എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ധ്യാനമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ജ്ഞാനികൾക്കുള്ളതല്ലേ എന്നൊക്കെ. ഒരു നോർമലായിട്ടുള്ള വ്യക്തിക്കും ഈസി ആയിട്ട് ധ്യാനം ചെയ്യാവുന്നതാണ്. അതിന് വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മ്യൂസിക് തിരഞ്ഞെടുക്കാം. അതായത് വേർഡ്സ് ഒന്നും വരാത്ത നോർമൽ ഫ്ലൂട്ട് മ്യൂസിക്, അങ്ങനെ കുറേ മ്യൂസിക്സ് ഉണ്ട്. അതൊക്കെ സെലക്ട് ചെയ്ത് എടുത്തിട്ട് നിങ്ങൾ കണ്ണടച്ച് ആ മ്യൂസിക്കിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമൊക്കെ കുറേ തോട്ട്സ് നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ വരും. അതിനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. പിന്നെ പതിയെ പതിയെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ തോട്ട്സൊക്കെ അടങ്ങി പോകാനും നിങ്ങളുടെ മനസ്സ് ശാന്തമാകാനും തുടങ്ങും. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ധ്യാനം ചെയ്തു നാളെ എനിക്ക് ബെനിഫിറ്റ്സ് കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. കുറഞ്ഞത് നിങ്ങളൊരു 3 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കാണാൻ തുടങ്ങും. ആദ്യമൊക്കെ ധ്യാനം ചെയ്യുമ്പോൾ കുറേ തോട്ട്സ് വരുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് പറ്റില്ല എന്ന് തോന്നും. പിന്നെ അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റായിട്ട് മാറും. പിന്നെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായി മാറും. കാരണം നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ധ്യാനം ചെയ്യുന്നതും ചെയ്യാത്തതിൻ്റെയും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.